ഹായ് നമസ്കാരം കൂട്ടുകാരെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നൊരു വീഡിയോ പുതുതായിട്ട് ചെയ്യുന്നത്. ഓണം, അതുപോലെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു, കല്യാണം, തിരക്ക്, അങ്ങനെ ഒരു ബഹളത്തിൻ്റെ ഇടയിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തക്കാളി ചെമ്മീൻ കറിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അതിനു മുമ്പായിട്ട് ഒന്നുകൂടി പറയട്ടെ, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലുള്ള പുതിയ വീഡിയോകളൊക്കെ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ചെമ്മീനാണ് കറി വയ്ക്കാൻ പോകുന്നത്. ചെമ്മീൻ, അതിൽ കൂടെ ഒരു 2 പഴുത്ത തക്കാളി ഇട്ടിട്ടുണ്ട്, 2-3 പച്ചമുളകും കീറിയതിട്ടിട്ടുണ്ട്, ഒരു 3-4 ഇരുമ്പം പുളിയാണ്, വിളിമ്പിപ്പുളി എന്നൊക്കെ പറയും, അതിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ടിട്ട് ഇനി ഇതിലൊരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലെപ്പോഴും നമ്മൾക്ക് തക്കാളിയുടെ പുളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഞാനൊരല്പം ഇരുമ്പം പുളി 3-4 ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. പാകത്തിന് വെള്ളം ഒഴിക്കാം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചെരുകിയതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണോളം മുളക് പൊടി ചേർക്കണം. കാരണം നമ്മൾ വേവിച്ച ചെമ്മീനിൽ നമ്മൾ 1 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളിയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പിടിയോളം, കുറച്ച് കണ്ടോ, ഇത്രയും പെരുംജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നമുക്കിതിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. മീൻ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നമുക്ക് പതുക്കെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗോൾഡൻ നിറമാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നമുക്ക് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇത് ഏകദേശം ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ചെമ്മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി ചേർത്ത ചെമ്മീൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ പറയണം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.